ചിക്കൻ ഇന്ന് നമുക്ക് വാഴയിലയിൽ ഒന്ന് പൊള്ളിച്ച് എടുത്തു നോക്കാം. ചിക്കൻ്റെ ലെഗ് പീസുകളാണ് എടുത്തിട്ടുള്ളത്. 2 ലെഗ് പീസ് കുറച്ച് വലുതായിട്ട് നമ്മൾ ആ തുടഭാഗം കൂടെ ചേർത്തിട്ടുള്ളതും 2 ലെഗ് പീസ് ചെറിയ ലെഗ് പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. ചിക്കനിൽ പുരട്ടി നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇങ്ങനെ കുത്തുന്ന മസാലകളൊന്നും എടുത്തിട്ടില്ല. ചെറിയ ഉള്ളി ചേർക്കുന്നതായിരിക്കും എപ്പോഴും ചിക്കന് നല്ല ടേസ്റ്റ്. അതുകൊണ്ട് ഒരു പിടി ചെറിയ ഉള്ളിയും കുറച്ച് കുരുമുളക്, ഒരു കഷ്ണം ഇഞ്ചി, വറ്റൽമുളക് ഒരു മുളകായിട്ടുള്ളത് എടുത്താലും കുഴപ്പമില്ല. വറ്റൽമുളക് ചതച്ചത് ഉണ്ടായിരുന്നത് കൊണ്ട് വറ്റൽമുളക് ചതച്ചതാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചിയും ഉള്ളിയും ചെറിയ കഷ്ണങ്ങളാക്കിയതും കുരുമുളകും വറ്റൽമുളകും കൂടെ അരച്ച് പേസ്റ്റാക്കി എടുത്തതാണിത്. ഉള്ളിയും ഇഞ്ചിയൊക്കെ അരച്ചെടുത്തപ്പോൾ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്നും ചേർക്കാതിരുന്നത് മിക്സിയുടെ കപ്പിൽ അതിൻ്റെ കളറൊക്കെ പറ്റുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ അരച്ചെടുക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ട് കൂടി ഉള്ളിയുടെ നല്ല വെള്ളമയം മസാലയിലുണ്ട്. എരിവിന് വേണ്ടി ഇഞ്ചിയും കുരുമുളകും വറ്റൽമുളകും ഉള്ളത് കൊണ്ട് എരിവുള്ള മുളക് പൊടി അല്ല എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരച്ചെടുത്ത മസാലയും കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടാണ് നന്നായിട്ട് ചിക്കൻ്റെ ലെഗ് പീസിൽ, അതിന് മുമ്പായിട്ട് ചിക്കൻ്റെ ലെഗ് പീസ് ഞാൻ നന്നായിട്ട് നമ്മൾ ഫിഷൊക്കെ ഇങ്ങനെ വരഞ്ഞെടുക്കുന്നത് പോലെ വരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുള്ളതിലൊക്കെ മസാല പുരട്ടിയെടുക്കണം. വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ വെക്കാനായിട്ട് കുറച്ച് കോൺ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് പുഴുങ്ങിയെടുക്കാനുണ്ട്. പൊട്ടറ്റോ നമുക്ക് വറുത്തെടുക്കണം. പിന്നെ മുട്ടയൊക്കെ പുഴുങ്ങി ചേർത്തിട്ടുള്ള ഒരു വിഭവമാണ്. അതുകൊണ്ട് 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് പുഴുങ്ങാൻ. പിന്നെ കുറച്ച് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം നന്നായിട്ട് അരച്ച് നമ്മൾ ചിക്കൻ്റെ ലെഗ് പീസിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട്. മസാല പുരട്ടി വെച്ച ചിക്കൻ ഒരു 3-4 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ ഇതൊക്കെ മസാലയൊക്കെ ചേർത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. അധികം എണ്ണ ചേർക്കാതെ വഴറ്റിയെടുക്കുന്ന ഒരു ചിക്കൻ ആയതുകൊണ്ട് മസാല പുരട്ടി വെച്ച ചിക്കൻ്റെ ലെഗ് പീസ് കുക്കറിൽ ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വാഴയിലയിൽ വെക്കാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളിയും അതിൻ്റെ കൂടെ ചെറിയൊരു സവാളയും കൂടെ ചേർത്തിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കറിവേപ്പില തണ്ടോടുകൂടിയാണ് ചേർത്തിട്ടുള്ളത്. അതാണ് കാണാനൊരു ഭംഗി. പിന്നെ ഈ മസാല ഒരുപാടങ്ങ് വഴറ്റി വറുത്ത് അങ്ങനെയൊന്നും എടുക്കണ്ട. ഒന്ന് വാടി കിട്ടി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ബാക്കിയുള്ള മസാലകൾ മഞ്ഞൾപ്പൊടിയും എരിവ് നോക്കിയിട്ട്, ചിക്കൻ നമ്മൾ കുക്കറിൽ ഒന്ന് ജസ്റ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ എരിവും ഉപ്പും ഒക്കെ നോക്കിയിട്ട് മാത്രമേ പിന്നെ ഇതൊക്കെ ചേർക്കാവൂ. നേരത്തെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ മല്ലിപ്പൊടിയോ ഗരം മസാല അങ്ങനെയൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാല, പിന്നെ എരിവ് വേണം മസാലയ്ക്കൊരു ചെറിയ എരിവിന് വേണ്ടിയിട്ട് സ്വല്പം മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തപ്പം അതിൻ്റെ കുറച്ച് വെള്ളം, എങ്ങനെയാണെങ്കിലും ചിക്കൻ്റെ വെള്ളം ഇറങ്ങുമല്ലോ. അപ്പം ആ ഒരു പാത്രത്തിൽ, ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് എപ്പോഴും കുക്കറിൽ ചിക്കൻ ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ആ ഒരു പാത്രത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള, കുക്കറിൽ മസാലയൊന്നും പിടിക്കത്തില്ലല്ലോ എന്നതാണ്. കുക്കറിന് ചെറിയൊരു കറുപ്പ് നിറം ഉണ്ടാവും നമ്മളിങ്ങനെ വെള്ളത്തിൽ പാത്രം ഇറക്കി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വേവിക്കുമ്പം. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. കുറച്ച് നാരങ്ങ നീരൊക്കെ ചേർത്ത് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ ആ കറുപ്പൊക്കെ മാറി കിട്ടും. അതുകൊണ്ട് എപ്പോഴും ഒരു പാത്രത്തിൽ ഇങ്ങനെ ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ആ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. ഇങ്ങനെ വേവിച്ചെടുത്തപ്പോൾ കിട്ടിയ വെള്ളം മാത്രമാണ് അതിൽ ചേർത്തിട്ടുള്ളത്.
നേരത്തെ വേവിച്ചെടുത്ത ചിക്കൻ്റെ ലെഗ് പീസുകളും ഈ മസാലയും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വാഴയിലയിൽ വെക്കുന്നതിന് പകരം ഈ വേവിച്ചെടുത്ത ചിക്കൻ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മസാലയിലോട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം വാഴയിലയിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഇതിനധികം നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടേ ഇല്ല, അതുകൊണ്ട് ഒരു നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ബട്ടറും കൂടെ ചേർത്തിട്ടുണ്ട്. 2 വലിയ വാഴയിലയായിരുന്നു ഞാൻ കഴുകി വാട്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു വാഴയിലയിൽ നമുക്ക് ഒരു വലിയ ലെഗ് പീസും ഒരു ചെറിയ ലെഗ് പീസും പിന്നെ പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ടയും കുറച്ച് വറുത്തെടുത്തിട്ടുള്ള കാഷ്യൂനട്ട് ഉണ്ടായിരുന്നു, കാഷ്യൂനട്ടും ഉരുളക്കിഴങ്ങ് വറുത്തെടുത്തതും ക്യാരറ്റും നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള കോണ് ഇതെല്ലാം കൂടെ അങ്ങനെ ഈ മസാല എല്ലാം കൂടെ ഒരു വാഴയിലയിൽ വെച്ചിട്ട് മറ്റേ വാഴയിലയിൽ മറ്റേ ലെഗ് പീസും 2 എണ്ണവും വെച്ച് മുട്ടയും ഇതേ രീതിയിൽ അങ്ങനെ 2 എണ്ണം ഉണ്ടാക്കിയെടുക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞാൻ തുടങ്ങിയത്. പക്ഷേ ഇടയ്ക്ക് ഞാനെന്തോ ഓർത്ത് ഒരു വാഴയിലയിൽ തന്നെ ഇതെല്ലാം ഒന്നിച്ചങ്ങ് വെക്കാം എന്നുള്ള ഒരു പ്ലാൻ ചേഞ്ച് ചെയ്ത് അങ്ങനെ ആക്കി. അതുകൊണ്ട് ആ വാഴയിലയിൽ ഇതെല്ലാം കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2 വലിയ ലെഗ് പീസും ചെറിയ ലെഗ് പീസും പുഴുങ്ങിയ മുട്ടയും ക്യാരറ്റും പൊട്ടറ്റോയും കാഷ്യൂനട്ടും തക്കാളി പിന്നെ നമ്മുടെ പുഴുങ്ങിയെടുത്തിട്ടുള്ള കോണ് മുട്ട ഇതെല്ലാം ഒരു വാഴയിലയിൽ തന്നെ വെച്ച് കുറച്ച് ഒന്ന് പാക്ക് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വേറൊരു വാഴയിലയും കൂടെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വാഴനാര് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ വെച്ച് ഒരു തരത്തിൽ ഞാൻ കെട്ടി അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം തന്നെയായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടി. നോൺ സ്റ്റിക്ക് പാത്രം കേടാവാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണയും കൂടെ അതിൽ ചേർത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിൽ പിന്നെ നമ്മൾ ഈ വാഴനാരൊക്കെ വെച്ച് കെട്ടിയെടുത്തിട്ടുണ്ടായിരുന്ന ചിക്കൻ മസാല ആ പാത്രത്തിൽ വെച്ച് അടച്ച് വെച്ചിട്ട് നമുക്കൊരു ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, അടുപ്പിച്ച് അങ്ങനെ അടച്ചു വെച്ചുകൊണ്ടിരിക്കരുത്, കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇടയ്ക്കൊന്ന് തുറന്നൊക്കെ നോക്കിയിട്ട് ഞാനൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ചിക്കനും മസാലയും എല്ലാം കൂടെ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസും വറുത്തെടുത്തിട്ടുള്ള കാഷ്യൂനട്ടും പൊട്ടറ്റോയും മുട്ടയും എല്ലാം കൂടെ ചേർന്ന് ഒന്നുകൂടെ ഒന്ന് ആവിയിൽ നന്നായിട്ട് മസാലയെല്ലാം ചേർന്ന് നന്നായിട്ട് വെന്തും നല്ല റോസ്റ്റ് പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാഴയിലയിൽ തന്നെ ഞാൻ ഇതെല്ലാം മസാലയും വെച്ചതുകൊണ്ട് എനിക്ക് പുഴുങ്ങിയ കോൺ അപ്പോൾ ആദ്യം ആ വാഴയിലയിൽ കെട്ടി ഇങ്ങനെ പൊതിഞ്ഞെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് വെന്ത് എടുത്തതിന് ശേഷമാണ് ഞാൻ നമ്മൾ പുഴുങ്ങി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കോൺ ചേർത്തത്. ചെറിയ ഉള്ളി വഴറ്റിയതിൻ്റെ ടേസ്റ്റും പിന്നെ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള മസാലയുടെയും പുഴുങ്ങിയ മുട്ടയും കോണും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്.